നമ്മളൊക്കെ കേരളത്തിലെ മലയാളം മീഡിയത്തിൽ പഠിച്ചവരാണ്. അപ്പോൾ UK നമ്മുടെ മക്കൾ പഠിക്കുമ്പോൾ എന്താണ് അവരെ പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവന്റെ നഴ്സറിയും റിസപ്ഷനും ഇയർ 1ഉം ഇയർ 2 ഒക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഇയർ 2 ലാസ്റ്റ് ആയപ്പം ആരോ എന്നോട് പറഞ്ഞു, ഇനി ഇയർ 2 അതെന്താ പഠിപ്പിന്റെ രീതി അനുസരിച്ചിരിക്കും, ഇയർ 3 അവരെ സെപ്പറേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ടെൻഷനായി. കാരണം ഇവന് എന്താ ചെയ്യണേ, എങ്ങനെയാ ചെയ്യണമെന്നൊന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവനൊരു ആൻസർ പേപ്പർ ആയിട്ട് വരുന്നത്. അതിൽ മാത്സിൽ 4ഉം 7ഉം ഒക്കെ ആയിരുന്നു ആൻസറിൽ മാർക്ക് വാങ്ങി വന്നത്. അപ്പോൾ ഇവർക്ക് എന്താ പഠിപ്പിക്കണേന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ ഇവനൊന്നും എന്നോട് പറയാറില്ല, കളിച്ച കാര്യങ്ങളൊക്കെ പറയാറുള്ളൂ. അപ്പോൾ ഇതാകെ ഞാൻ ടെൻഷനായിട്ടിരിക്കുമ്പോൾ അവന്റെ കൂട്ടത്തിലുള്ള ഒരാളുടെ മമ്മിയോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവരാണ് എനിക്ക് ഒരു ബുക്ക് സജസ്റ്റ് ചെയ്തത്. കൊളിൻസിന്റെയും അതുപോലെ വേറെ ഒരു എന്താ പറയുക, കൊളിൻസിന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, അതുപോലെ വേറൊരു ബുക്കും. അപ്പൊ ഞാൻ അതിൽ നിന്ന് കൊളിൻസിന്റെ ബുക്ക് വാങ്ങി. അപ്പൊ ടീച്ചർ പറഞ്ഞായിരുന്നു ആരോണ് മാത്സിന് ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഇംഗ്ലീഷ് അവൻ ഓക്കെയാണ്, മാത്സ് ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും വറീഡായി, ഇനിയിപ്പൊ എങ്ങനെ ഇവരെ പഠിപ്പിക്കാൻ അറിയില്ല, ഇവർക്ക് എന്തൊക്കെ ക്വസ്റ്റ്യനാ ചോദിക്കണേന്ന് അറിയില്ല. മക്കൾക്കാണെങ്കിൽ സ്കൂളിൽ നിന്ന് ബുക്സ് ഒന്നും വീട്ടിലേക്ക് കൊടുത്തു വിടാറില്ല, അവരെന്താ പഠിക്കണേന്ന് നമുക്ക് അറിയൂല. അപ്പൊ എങ്ങനെയാ എന്താ പഠിപ്പിക്കേണ്ടതെന്ന് അറിയാത്ത കാരണം ഞാൻ ആൻസർ ഷീറ്റിലൂടെ നോക്കിയപ്പം ഒരുവിധം എല്ലാ കാര്യങ്ങളും അവർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെ എന്റെ മോൻ പഠിപ്പിച്ചെടുക്കും പഠിക്കാനായിട്ടെന്ന്. അങ്ങനെയാണ് ഞാൻ എൻ്റെ മോന്റെ ഫ്രണ്ടിന്റെ മദർ പറഞ്ഞനുസരിച്ച് ആ ബുക്സ് ഞാൻ ഓർഡർ ചെയ്തത്. അതെനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി. പിന്നെ അവൻ നെക്സ്റ്റ് എക്സാമിന് ഈ 25-ൽ 4 വാങ്ങിയിരുന്ന 7 വാങ്ങിയിരുന്ന മോൻ നെക്സ്റ്റ് എക്സാം ആയപ്പോഴേക്കും 22 മാർക്ക് കിട്ടി. ആ ബുക്ക് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ എന്തെങ്കിലും പ്രോബ്ലംസിലായിട്ട് ഇരിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ പഠിപ്പിക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിയിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല, എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി, അതുകൊണ്ട് നിങ്ങൾക്കും പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഇത്തവണ ഞാൻ കൊളിൻസിന്റെ ബുക്സ് നോക്കി, ബട്ട് എനിക്ക് കണ്ടില്ല. അപ്പൊ ഇയർ 3 അവൻ. അപ്പൊ ഇയർ 3 ഞാൻ അവന് കൊളിൻസിന്റെ ബുക്ക് കാണാത്ത കാരണമാണ് വേറൊരു ബുക്കാണ് ഞാൻ ഇപ്രാവശ്യം ഓർഡർ ചെയ്തിരിക്കുന്നത്. അതിന്റെ റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും. 3 ബുക്സാണ് ഞാൻ ഇപ്രാവശ്യം ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏതാ നല്ലതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും വാങ്ങി മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഇവിടുത്തെ പഠന രീതിയെ കുറിച്ചിട്ട്. UK സിലബസിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, അതായത് അവർക്ക് എക്സാമിന് വേണ്ടി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാവരും വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ Mama, I got my parcel. Open it. Okay. ആരോണ് ഞാന് ഇയർ 3 ആരോണിന്. അപ്പൊ ആരോണിന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവന്റെ സാറ്റ്സ് പ്രാക്ടീസിനുള്ള ബുക്സ് ആണ്. എന്താ 1 by 1 കാണിച്ചെന്നെ. So it's a Key Stage 2 English Year 3 targeted question book. Key Stage 2 Science Year 3 targeted question books. Key Stage 2 Maths Year 3 targeted question books. ആരോൺ പഠിക്കാൻ റെഡിയാണോ? ഓക്കെ. ആരോണിന്റെ ഇയർ 2 മാത്സ് സാറ്റ്സ് ബുക്ക് ആയിരുന്നു ഇത്. കൊളിൻസിന്റെ ആയിരുന്നു. വളരെ യൂസ്ഫുൾ ആയിരുന്നു. അവർക്കുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒത്തിരി ഉണ്ടായിരുന്നു. അവന് പ്രാക്ടീസ് ചെയ്യാനും നല്ല രീതിയിൽ മാർക്ക് മേടിക്കാനൊക്കെ ഇത് യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഇയർ 2 ആരെങ്കിലും പ്രിപ്പയർ ആവുന്നുണ്ടെങ്കിൽ ഈ കൊളിൻസിന്റെ ബുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് വാങ്ങി പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം മക്കളെ. The Year 2 Maths books? Good ആയിരുന്നോ? ആരോണ് ഇത് ഹെൽപ്പ് ചെയ്തോ? വാ. അപ്പൊ ഓക്കെ, എല്ലാവരോടും വാങ്ങി ട്രൈ ചെയ്യാൻ പറ. Bye everybody. Thank you for watching. അപ്പൊ thank you for watching. See you in the next video.